ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു റിസോർട്ട് സ്റ്റേക്ക് പോവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം റിസോർട്ട് സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത് ഗായ്സ്. ഫൈനലി നമ്മൾ എവോറയിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. അവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റേ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമ്മുടെ റൂം, അതുപോലെ ബാക്കി കാര്യങ്ങൾ എല്ലാം ഞാനിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വിൽ ബി എ വെരി ഷോർട്ട് വ്ളോഗ്. അത് വേറെ കാര്യം, വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ആഡ് ചെയ്തിട്ട് വ്ളോഗ് ഇടുന്നേക്കും. ആൻഡ് നമ്മളെല്ലാവരും ഇതാ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. എല്ലാവരും സിക്കാണ്. അപ്പോൾ അത് കാരണം നമുക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിതാ ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സോ നമ്മളിതാ ഇറങ്ങുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. റിസോർട്ട് കറങ്ങിക്കാടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷെഫ് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കുക ചെയ്തിട്ടോ. അടിപൊളി സാധനമായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇറ്റാലിയൻ ഡിഷാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേര് ഓർമ്മയില്ല, പക്ഷെ അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു എല്ലാവരും എത്തിയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഡിന്നർ സെർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഡിന്നറും അടിപൊളിയായിരുന്നു. നെയ്ച്ചോറുണ്ടായിരുന്നു, സോർട്ട് ഓഫ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ കുബൂസ് അല്ല, ചപ്പാത്തി ഉണ്ടായിരുന്നു, ചിക്കൻ 65 ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല മെനു ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ നമ്മളെല്ലാവരും ഡിന്നർ അടിച്ച് ഓരോരുത്തർ റൂമിലേക്ക് പിരിഞ്ഞു പോവാണ് ചെയ്തത് കേട്ടോ. ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത റൂം. ഈ റിസോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ ബ്രദറിനോട് ഞാനിങ്ങനെ പറയുന്നു, എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് ഈ റൂം തന്നെ വേണം, എനിക്ക് ഈ റൂമിൽ തന്നെ 2 ദിവസം വേണമെന്ന് ഞാനിങ്ങനെ വാശി പിടിക്കുമായിരുന്നു. കാരണം എനിക്ക് ഈ റൂം എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തൊട്ടേ ഞാൻ പറയുമായിരുന്നു. ആൻഡ് ഫൈനലി അൽഹംദുലില്ലാ എനിക്ക് ആ റൂം തന്നെ കേട്ടോ കിട്ടിയത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് അതിനിടയിൽ നമ്മൾ മോള് ഹെൻസു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് റൂം ടൂർ പോലെ ഒന്നിങ്ങനെ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ റൂമിൻ്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് 10 to 15 ഉള്ളിലാണ്. എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയില്ല. ഞാൻ ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ പിന്നീട് ഒരു വ്ളോഗാക്കി ഇടാം. ആൻഡ് ഇവിടുത്തെ വ്യൂവും അടിപൊളിയാണ് ഗായ്സ്, അടിപൊളിയാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മളിത് റൂം ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും
പിന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും നമ്മളെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം എല്ലാവരും ഒന്ന് ചില്ല് ചെയ്ത് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരും പിന്നെ വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മോർണിംഗിലുള്ള വ്യൂ കേട്ടോ. ഇതൊരു 7 ആയപ്പോഴുള്ള വ്യൂ ആണ്. ഞാൻ അറിയാണ്ടെന്ന് ഞെട്ടിണീച്ചപ്പോൾ ഓടി വന്ന് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാഴ്ച എടുത്ത വീഡിയോ. പിന്നെ വ്യൂ കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പിന്നെ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവുകയാണ് ചെയ്തിട്ടോ. ഞങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം ഫ്രഷായി സെറ്റായി ഇവിടെ തന്നെ പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും കടലക്കറിയും ഉപ്പുമാവും അതുപോലെ ബ്രെഡും ജാമും ബട്ടറും ഓംലേറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ. ഫുഡൊന്നും മോശം പറയാനില്ല. നമുക്ക് റിസോർട്ട് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫുഡ് മെനു ഒക്കെ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇൻഷാ അല്ലാ ഇനി അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നമ്മുടെ റിസോർട്ടിൽ നിന്നും ബാക്കിയുള്ളതൊക്കെ ആയിട്ട്. അണ്ടിൽ ദെൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.